ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു തമാശയായിട്ടോ, നിങ്ങൾ ചിലപ്പോൾ എന്നെ പൊട്ടൻ്റെ വിളിക്കുമായിരിക്കും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഒരു കഴുതയെന്നൊക്കെ വിളിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഇത് നിങ്ങൾ അറിയാതെ മരിച്ചു പോയാൽ ഇതിൻ്റെ കൊണ്ടുള്ള നിങ്ങൾ മരിച്ചു പോയാൽ ഇതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂതന്മാർ ആരാധിക്കുന്നത് ആൻറ്റി ക്രൈസ്റ്റിനെയാണ്. ഓർക്കണം, ക്രിസ്തുവിന് എതിരായ ഒരു ദുഷ്ടശക്തി ഉണ്ട്. മുസ്ലിങ്ങൾ അതിനെ ദജ്ജാലെന്ന് പറയും. ഹിന്ദുയിസത്തിൽ അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് ക്രിസ്ത്യൻസ് അതിനെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയും. ഈ സാധനത്തിനെയാണ് ജൂതന്മാർ ആരാധിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഹിന്ദുക്കൾ, അതായത് ഇസ്രയേലിനെ, ഈ മൊസാദിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വെറും നാടകം കാണുന്ന കോമാളികളെ കണക്കായിപ്പോവും. സംഭവം ഇതാണ് ഇതിൻ്റെ ഒരു സത്യം. ഇത് ജൂതന്മാർ വെളി പറയത്തില്ല. കാരണം അവന്മാർക്കത് അവന്മാരുടെ വലിയ മിഷിയാണ്. ഞാനീ പറയുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ജനങ്ങൾക്കിതൊന്നും അറിയില്ല. ഇത് ഫോർബിഡൻ ട്രൂത്താണ്. പുറത്ത് പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങളിൽ പെട്ടതാണ്. പല പുരാണമായ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ബുക്സുകളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പല മഹാപണ്ഡിതന്മാരും ഇത് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. അവരിതാരോടും പറയില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ജൂതന്മാർ അവരുടെ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരുടെ ദൈവം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരുടെ ദൈവം വരണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തിരിക്കണം, എന്നാലേ അവരുടെ ദൈവം അവിടെ വരുള്ളൂ. ദൈവം വരണമെങ്കിൽ മനുഷ്യന്മാർ ആരാധന വിട്ടിട്ട് ആരാധനയില്ലാത്ത ഒരു സംസ്കാരത്തിലോട്ട് എത്തിപ്പെടണം. എന്നാലേ ഇവനിവിടെ വരാൻ പറ്റൂ. അവരുടെ ദൈവത്തിനിവിടെ വരണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. അവരുടെ ദൈവത്തിന് അവർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടിയ ഹൈ എൻഡിലുള്ള പുരോഹിതന്മാരുമായിട്ട് അവരുടെ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ക്രൈസ്റ്റ്, ദജ്ജാൽ. മുസ്ലിങ്ങൾക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ദജ്ജാലിനെ പറ്റി ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറയുന്നത് ഇതര